ആദ്യം തന്നെ എൻ്റെ പേര് അനിഡ എന്നാണ്. ഞാനിവിടെ റിസർച്ച് ഇന്ത്യൻ ആണ്, സെന്റർ ഫോർ മൈഗ്രേഷൻ പോളിസി ആൻഡ് ഇൻക്ലൂസീവ് ഗവർണൻസ്. അതുപോലെ തന്നെ വിജയ് സാറിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഒരു സാറ് പറഞ്ഞിരുന്നു ഈ ഒരു അദ്ദേഹം വിചാരിച്ചിരുന്നത് ഇവിടെ ഒരു സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതലെന്ന്. റൈറ്റ് നൗ ഐ ആം ഇൻ എ ഡിലമ വെദർ we a few of students are belonging like literally belong to this group. Like ഞങ്ങൾക്ക് ഈ പറഞ്ഞ പല തത്വങ്ങളും അതിനുള്ള പ്രായം ഒരു ഭാഗമല്ല എന്നറിയാം, എന്നാലും ക്ഷമിക്കണം. പക്ഷെ പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അത് ഞങ്ങളുടെ അറിവിന്റെ എന്താ പറയാ കുറവ് മൂലമാണ്. പക്ഷെ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ അവിടെ ഇരുന്ന പുസ്തകങ്ങളൊന്ന് മറിച്ചു നോക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്, സാർ എഴുതിയിട്ടുണ്ടായിരുന്നു ശരിക്കും സിസേക്ക് എങ്ങനെയാ ഓക്കെ. സിസേക്ക് ലഖാനിലൂടെ ലഖാൻ ഒരു ടോർച്ചായിട്ട് ഉപയോഗിച്ചിട്ട് ഹെഗലിനെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതേപോലെ 2010 സിസേക്ക് ഒരു കാര്യം പറയുകയുണ്ടായി. അതിന്റെ ഒരു അത് പറഞ്ഞത് ഇതാണ്, ഞാൻ ലഖാനെ അല്ല പഠിക്കാൻ ശ്രമിച്ചത്, ലഖാൻ എന്റെ ഒരു ടൂളാണ്. ഞാൻ ആ ടൂളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഹെഗലിന്റെ തിയറീസ് ആണ്. ഞാൻ ഇപ്പോഴും 2019 അദ്ദേഹം അത് വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത്, ഞാൻ കണക്ട് ചെയ്ത് പറയാം. ഇവിടെ സാർ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. സംസാരിച്ചിരുന്ന സാർ ആരായിരുന്നു? ഒരു വിദ്യാർത്ഥി. ഓക്കെ, എനിക്കത് ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഗണിതശാസ്ത്രത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയ ഒരു കഥ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗണിതശാസ്ത്രത്തിൽ നിന്നും ഫ്രോയിഡിലേക്കും ലഖാനിലേക്കും സിസേക്കിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതും ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും അധ്യാപകനായിരുന്ന ഒരാൾക്ക്. അത് ഗണിതശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ലൈക് ഞാനൊരു ആർട്സ് സ്റ്റുഡന്റ് ആണ്, അപ്പൊ നമുക്ക് സയൻസിലേക്ക് വന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ലൈക് ദേ ആർ ജസ്റ്റ് ബിലോങ് ടു ദാറ്റ്. അവർക്ക് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ലൈക് അങ്ങനെ പറയുന്നത് തെറ്റാണ്, പക്ഷെ അവർ ആ ഒരു സയൻസ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് മാത്രം ഒതുങ്ങി, അല്ലെങ്കിൽ അവർ ആ ഒരു തിയറീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ട്. പക്ഷെ അവിടുന്നാണ് എന്താ പറയാ സാധാരണ ജീവിതത്തിലേക്ക് സാറ് എത്തപ്പെടുന്നത്. അപ്പം ഒരു ന്യൂ കമർ എന്ന രീതിയിൽ എനിക്കറിയാൻ ആഗ്രഹമുള്ളത് ഗണിതശാസ്ത്രത്തിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തപ്പെട്ടു. രണ്ടാമത്തത് സിസേക്ക് ലഖാനെ ടോർച്ച് പോലും ഉപയോഗിച്ചു. ലഖാനെ പറ്റി സിസേക്കിനെ പറ്റി പറയുന്നത് അദ്ദേഹം മുതലാളിത്തത്തിനെതിരെ ആണ് എപ്പോഴും നിലനിന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി ഉപയോഗിച്ച ടോർച്ചാണ് ലഖാൻ. അപ്പോൾ സിസേക്ക് എന്ന് പറയുന്ന ടോർച്ചിലൂടെ സാറ് എന്താണ് മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ സാറ് കാണുന്ന ആ ഒരു പുതുലോകം എന്താണ്, സാറ് കാണുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു ഹൊറിസോൺ ഏതാണെന്ന് അറിയാൻ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട്. അതില് ആദ്യത്തെ പിന്നെ തീർച്ചയായിട്ടും ഞാന് മാത്തമാറ്റിക്സ് പ്രീ ഡിഗ്രിക്ക് എനിക്ക് 100% മാത്തമാറ്റിക്സിന് മാർക്ക് കിട്ടിയതാണ് പ്രശ്നമായി പോയത്. അന്ന് ഞങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ 11 അംഗങ്ങളാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. അപ്പോൾ പുള്ളി തനിക്ക് വേണ്ടത് ഒരു ജോലിയാണ്, പെട്ടെന്ന് തന്നെ സാഹിത്യമൊക്കെ എടുക്കാൻ പോയാൽ തനിക്ക് പെട്ടെന്ന് ജോലിയൊന്നും കിട്ടില്ല എന്നും പറഞ്ഞാണ് ഗണിതശാസ്ത്രത്തിലേക്ക് ഞാൻ പോയത്. എങ്കിലും ഗണിതശാസ്ത്രത്തെ ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഗവേഷണമൊക്കെ ചെയ്തു. അത് PhD രജിസ്റ്റർ ഒന്നും ചെയ്യാതെയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഫങ്ഷണൽ തിയററ്റിക് ഓൾജിബ്ര എന്ന പേരിൽ ഒരു ഓൾജിബ്രായിക് സിസ്റ്റം ഞാൻ കണ്ടുപിടിച്ചു. അത് പുസ്തകമായിട്ടുണ്ട് കേട്ടോ. ബുക്ക് ഓഫ് ബ്യൂട്ടിഫുൾ കേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. പിന്നെ വിക്കിപീഡിയയിലൊക്കെ ഉണ്ട് അതേക്കുറിച്ച്, ഫങ്ഷണൽ തിയററ്റിക് ഓൾജിബ്ര. പക്ഷേ ഞാനത് വലിയ കാര്യമായിട്ട് പബ്ലിഷ് ചെയ്ത് പുസ്തകമൊക്കെ അടിച്ചു നിന്നിട്ടും ഈ ഒരു സംഭവം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി. അത് ഒരു ഫർദർ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴും ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ വിക്കിപീഡിയ നോക്കി അതിനകത്ത് ഫങ്ഷണൽ തിയററ്റികൾ ഇന്ന ആളുടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നുമില്ല. അതെന്നെ വല്ലാതെ നിരാശപ്പെടുത്തി. പക്ഷെ വായന എന്നും ഉണ്ടായിരുന്നു കേട്ടോ, വായന എനിക്ക് എന്നും ഉണ്ടായിരുന്നു. ആ നിരാശയോടെ മാറ്റാനോട്ട് ഞാൻ മൊഴിച്ചിലിപ്പിരിയാണ് ചെയ്തത്. പിന്നെയാണ് ഞാൻ എഴുത്തിലേക്കൊക്കെ വരുന്നത്. അതാണ് അതിൻ്റെ ഒരു സാഹചര്യം. ഞാൻ അതിനോടൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ, എൻ്റെ പേരോട് പരാമർശിച്ചുകൊണ്ട്
സാറ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ അധ്യാപകനായിരുന്നു. എസ് ബി കോളേജ് എന്ന് പറഞ്ഞ കത്തോലിക്ക സഭ നടത്തുന്ന വളരെ യാഥാസ്ഥിതികമായ ഒരു ക്യാമ്പസാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു എലിഫന്റ് ഇൻ ദി ഷുഗർ ആയിരുന്നു. വളരെ ഡിസ്റപ്റ്റീവ് ആയ ഒരു പ്രസൻസ് ആയിരുന്നു സാറിന്റെ. സാർ അന്ന് ഒരു എത്തീസ്റ്റ് ആയിരുന്നു. എസ് ബി കോളേജിലെ ഒരു അധ്യാപക നിരീശ്വരവാദിയാകുക. അന്ന് മാർക്സിസ്റ്റ് ആയിരുന്നു. പാർട്ടി മെമ്പർ ആയിരുന്നു സാറ്. പിന്നീട് പാർട്ടിയായിട്ട് തുടങ്ങി പോകുന്ന വരെ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് അതുപോലെ അവിടുത്തെ എല്ലാ കാര്യത്തിലും ഇടപെടുക, തർക്കിക്കുക, അനീതി എവിടെ കണ്ടാലും ശക്തമായി എതിർക്കുക. പിന്നെ ബൗദ്ധിക സുഹൃത്തുക്കൾ. സാറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഇസ്താഖ് സാറിനെ സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ഗുരുസൂചകം എന്ന വാക്ക് മാസ്റ്റർ സിഗ്നിഫയറിന് സാറിന് പറഞ്ഞു കൊടുത്ത ആള് ഇസ്താഖാണ്. ഇവരുടെ ഒരു വല്ലാത്തൊരു ഒരു സൗഹൃദമായിരുന്നു. അപ്പം അതില് അങ്ങനെയാണ് മറിയാമ്മച്ചേട്ടത്തിയും ഒക്കെ പുറം ലോകം അറിയാൻ ഇടയായതൊക്കെ. അപ്പൊ പിന്നെ പുറത്തും ഒക്കെ ഇവരുടെ ചില ഇടപെടലുകളും. അപ്പൊ അത് ഈ ഒരു വളരെ ബൗദ്ധികമായ ഒരു എൻഗേജ്മെന്റ് ആണ്. പിന്നെ ഇവര് ഭയങ്കര ബുദ്ധിമാന്മാരാണ് കുടുംബത്തോടെ. സാറിന്റെ മകൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അബു സെബാസ്റ്റ്യൻ. ഇയാള് പുലിയാണ്. IBM റിസർച്ചറാണ് സൂറിക്കില്. പുള്ളി ഞാൻ എത്രയോ പ്രീ ഡിഗ്രി SB പഠിച്ച ആളാണ്. അപ്പൊ അങ്ങനെ അതെ എന്റെ നിങ്ങൾ സുവോളജി അല്ലേ പഠിച്ചേ? ബോട്ടണി. ഈ ഗണിതശാസ്ത്രം വിട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതെനിക്ക് തോന്നുന്നത് ഈ ഇതുമാതിരിയുള്ള പുസ്തകങ്ങൾ എഴുതുന്നതിൽ വളരെ സഹായകമായിട്ടുണ്ടെന്നാണ് ഞാൻ പറയാം. കാരണം സാധാരണഗതിയിലുള്ള ഒരു ബയസ്, ഈ ഒരു സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് പഠിച്ചു വരുന്ന ആൾക്കുണ്ടാവുന്ന ബയസസ് ഒന്നും ഇതിലില്ല. ഞാൻ ഇതിന്റെ അവസാനത്തെ വേർഷൻ കണ്ടില്ല. ആദ്യത്തെ വേർഷൻസ് കണ്ട അതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതില്ലാതെ വാസ്തവത്തിൽ ഇത് പിന്നെ എലിഫന്റിന്റെ ഷുഗർ കെയിൻ ഫീൽഡ് എന്ന് പറയുന്ന എലിഫന്റ്സ് എന്നാണല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എലിഫന്റ് തന്നെയാണ് ആലോചിച്ചത്. അതെനിക്ക് തോന്നുന്നത് പിന്നെ അങ്ങനെ മാറ്റി എഴുതിയതാണോ എനിക്കറിയില്ല. അല്ല അതിന്റെ അതങ്ങനെ ഒരു എക്സ്പ്രഷനായി ഒരു എക്സ്പ്രഷൻ എന്നുള്ള ഒരു ഇഡിയം എന്നുള്ള രീതിയിൽ എലിഫന്റ് എന്നാണ് അത്. അതെ അല്ല. അപ്പൊ പിന്നെ നമ്മൾ ഞാൻ പറയുന്നത് ഇതൊരു എന്താ യാഥാർത്ഥ്യം എങ്ങനെ നാം നിർമ്മിക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാസ്തവത്തിൽ. അതാണ് ഇതിലൊക്കെ ഈ 2-3 ഒറിജിനലി കാപ്പൻ ഇവിടെ പറഞ്ഞത് ശരിയാണ്, മാധവൻകുട്ടി പറഞ്ഞത് ശരിയാ. കാപ്പൻ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമാണ്. എന്ന് മാത്രമല്ല, എനിക്കൊന്ന് ഞാനായിരുന്നു സാറിനോട് സജസ്റ്റ് ചെയ്തത് കാപ്പൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറയ്ക്കാം. കാരണം ഇത് സിസെക് ലക്കാനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. മറ്റേത് കാപ്പനെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന നല്ലത്. അങ്ങനെ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ എന്നുള്ള രീതിയിൽ. കാരണം അങ്ങനെ ഒരു പിന്നെ ഒരു യോജിപ്പില്ലായ്മയുണ്ട്. അത് മൂന്നും ആ രീതിയിൽ നമ്മൾ ടൈറ്റിൽ വരുമ്പോൾ അതെനിക്ക് തോന്നുന്നു ആ രീതിയിലാണ് വന്നിട്ടുള്ളത് തോന്നുന്നു. റീകൺസ്ട്രക്ഷൻ ഓഫ് ദ സിംബോളിക് ഓർഡർ ഇവരെ ബൈൻഡ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു അതാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഈ കാപ്പലശ്ശേരി അങ്കിളാണ്. ഞാൻ 16 വയസ്സ് മുതൽ നിരീശ്വരവാദിയായിരുന്നു. ഒരു 10-30 കൊല്ലം അങ്ങനെയായിരുന്നു. 46-ൽ SB കോളേജ് വന്നതിന് ശേഷമാണ് കാപ്പലച്ചനെ ഞാൻ പരിചയപ്പെടുന്നതും. കാപ്പലച്ചൻ എന്നെ ക്രൂഡ് സോർട്ട് ഓഫ് റാഷണലിസത്തിൽ നിന്ന് മാറ്റിയിട്ട് എന്നെ യേശുവിലേക്കും മാർക്സിലേക്കും കൊണ്ടുപോകുന്നത് കാപ്പലച്ചനാണ്. പിന്നെ ഞാൻ പറയാൻ വന്ന എനിക്കിപ്പോ മെമ്മറി വെച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ഇത് കാപ്പലച്ചൻ ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറഞ്ഞാല്, ഞാന് ആ കൊറോണ കാലത്ത് ഞാന് കാലിന് പരിക്ക് പറ്റി വീൽ ചെയറിലായി പോയി ലൈഫ്. അപ്പൊ ഇനി അധികം കാലില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. ഇനി കൊറോണയും വരുന്നു. അപ്പൊ മുകളിൽ പോണതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു.
ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് കാപ്പനസിന്റെ റൈറ്റിങ്സ് മുഴുവൻ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്, ഇത് മുഴുവൻ ഒന്ന് കമ്പൈൽ ചെയ്ത് വോളിയൂംസ് ആക്കിയതെന്ന്. അങ്ങനെ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് 6 വോളിയൂംസ് കാപ്പനസിന്റെ ഞാൻ കമ്പൈൽ ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്നിട്ട് ഡൽഹിക്ക് അയച്ചു. അവിടെ ISPCക്കാർ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെ കാപ്പനസിന്റെ മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനായിട്ട് പിന്നെ വായിച്ചു വരുമ്പോഴാണ് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ റൈറ്റിങ്സിന്റെ കൂടുതൽ ഒരു ലേഖനം ഇരിക്കുന്നത്, ടുവേഴ്സ് എ റെവല്യൂഷൻ ഓഫ് സിംബൽസ്, ടുവേഴ്സ് എ റെവല്യൂഷൻ ഓഫ് സിംബൽസ് എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും വായിച്ചു നോക്കിയപ്പോഴാണ് ശരിക്കും ലക്കാനെ തന്നെയാണ് അതിനകത്ത് തുടങ്ങുന്നതിന് സിമ്പിൾ എന്താണെന്ന് നിർവചിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഈ ഗോസ് ബിയോണ്ട് ലക്കാൻ. കാരണം ലക്കാൻ ഒരിക്കലും ഈ സിംബോളിക് ഓർഡറിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ഒന്നും ലക്കാൻ പറയുന്നില്ല. ഇത് വ്യക്തമായിട്ടും നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കുന്നത് ഈ സിംബോളിക് ഓർഡറാണ്. അതുകൊണ്ട് ആ സിംബോളിക് ഓർഡറിൽ സിംബൽസ് ആണ് നമ്മൾ മാറ്റി ഒരു സിംബോളിക് റെവല്യൂഷൻ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഹിന്ദുത്വയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശയമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനെ നേരിടേണ്ടത് ഈ സിംബോളിക് ഓർഡറിലാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ള ആ ചിന്തയൊക്കെ വരുന്നത്. ഇതിനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഞാനിനി പിന്നെ പറഞ്ഞു പോയ ഒത്തിരി ഉണ്ട്. ഞാൻ പറയാൻ തുടങ്ങിയ ഭയങ്കര അധിക പ്രസംഗിയാണ് എന്നും. എന്തുണ്ട് യജമാനെ? എനിക്ക് ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കണം സാറുകള്. കാപ്പനച്ചൻ 93-ലല്ലേ മരിക്കുന്നത്? 1993 മരിച്ചുപോയ കാപ്പനച്ചൻ ലക്കാനെ വായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ഒന്ന് ഓർത്ത് നോക്ക്. കേരളത്തിൽ ലക്കാൻ വായിച്ചു തുടങ്ങുന്നതൊക്കെ അതിന് ശേഷമാണ്. നമ്മളൊരു 2000 കഴിഞ്ഞ 25 വർഷമാണ് ഈ ലക്കാൻ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. അതിന് മുമ്പ് വായിച്ചവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പിന്നെ രണ്ടുപേർക്കും ജെസ്യൂട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ലക്കാൻ പഠിച്ചത് ജെസ്യൂട്ട് സ്ഥാപനത്തിലാണ്. ഇവരെല്ലാം ജെസ്യൂട്ടുകാരെ കുറിച്ച് പറയുന്ന ഒരു തമാശ ഉണ്ട്. ഗിവ് മി എ ചൈൽഡ് ഫോർ ദ ഫസ്റ്റ് 7 years of his life and I will speak for the rest of his life. ജെസ്യൂട്ട്സ് പറയുന്ന ഒരു ക്ലെയിം ആണ്. ആരെങ്കിലും അവിടെ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അലിക പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. ഞാനിവിടെ നമ്മൾ സംസാരിച്ചത് നമ്മളൊരു സെമിനാർ ഇതുമായിട്ട് ഇപ്പൊ നമ്മൾ ഈ ബുക്ക് പുസ്തകത്തെ പറ്റിയുള്ള ചർച്ചകൾ വന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ഫോർമലിസ്റ്റുകളെ പറ്റിയോ അല്ലെങ്കിൽ കോൺസ്ട്രക്ഷനിസ്റ്റുകളെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐഡിയോളജിയും സ്റ്റേറ്റും തമ്മിലുള്ള കണക്ഷനെ പറ്റി അല്ലെങ്കിൽ ഇന്റലക്ച്വൽസും സ്റ്റേറ്റും ഐഡിയോളജിയും തമ്മിലുള്ള ഒക്കെയുള്ള ചില പരിമിതമായ ചർച്ചകളുണ്ട്. ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സെമിനാർ അത് പ്രത്യേകിച്ച് ഒരു അറിവിന് വേണ്ടിയാണ്. ഒരു പ്രത്യേകിച്ചും നമ്മൾ ഈ നാസി ഭരണകൂടവും ഈ പറയുന്ന ഈ അറിവ് പണ്ഡിതരും ഒരു സമൂഹവും തമ്മിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ഫണ്ടമെന്റൽ. അതുപോലെ തന്നെയാണ് പണ്ഡിതരും സമൂഹവും തമ്മിൽ ഈ ഒരു ബ്രോഡ് സംഭവത്തിനകത്ത് മാത്രം വെച്ചുകൊണ്ട് പ്രത്യേകിച്ചും പല ആളുകൾക്കും പല മേഖലയിലുള്ളവർക്ക് പരസ്പരം അറിയില്ല, പ്രയോഗങ്ങൾ മനസ്സിലാവുന്നില്ല. ജീവശാസ്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളും ജീവശാസ്ത്രമല്ല ബയോഗ്രഫിക്കലായിട്ട് പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. ഈ കാര്യങ്ങൾ ഒരു പരാതികളൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബുക്കോയുടെ 100ാം ജന്മവാർഷികമാണ് അടുത്ത വർഷം 2026. I don't have anything special to say. I'm not a specialist in any of these areas, so ഒരു ലേമാൻഡ് മാത്രമേ ഉള്ളൂ. അത് അത് വടമറ്റ സാറിന്റെ പല എഴുത്തുകളുമായിട്ട് പരിചയമുണ്ട്. പക്ഷെ ഇത് വേറൊരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഞാൻ സാധാരണഗതിയിൽ വായിക്കുന്ന ഒരു ഏരിയ അല്ല ഇത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം ഇത് എനിക്ക് പ്രസക്തമായി തോന്നിയത്, ഇതിനെ ഈ കണ്ടംപററി ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിനുള്ള ഒരു വലിയൊരു ഒരു സൂചന അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് ഇത് മാറുന്നുള്ളതാണ്.
അപ്പൊ അവിടെ എനിക്ക് തോന്നുന്ന ഈ ഇന്റലക്ച്വൽ വർക്കിന്റെ ഒരു പ്രാധാന്യം യഥാർത്ഥത്തിൽ വരുന്നത്. ഇപ്പൊ നമ്മള് പലപ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയ എന്ന് പറയുമ്പോൾ പോലും ഇപ്പം മനോവിശ്ലേഷണം പോലുള്ള സാങ്കേതികൾ ഉപയോഗിച്ചുകൊണ്ട് സംഭവത്തെ മനസ്സിലാക്കാനുള്ള ശ്രമം. അപ്പൊ അത് അങ്ങനത്തെ ഒരു രീതിയിൽ ആലോചിക്കുമ്പോഴേക്കും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇതിന്റെ ഒരു കൺറ്റംപററി റെലവൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ അധികാര ഘടനകളെ കുറിച്ച് പഠിക്കുന്നതിനും ദൈനംദിന ജീവിതത്തില് പലതരത്തിലുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഭാഷയെക്കുറിച്ച് പറഞ്ഞൊരു സംഗതി. ഭാഷ എല്ലാം ഉൾക്കൊള്ളുമ്പോൾ പോലും എനിക്ക് അറിഞ്ഞോളൂ. ഇപ്പം പല രീതിയിൽ നമുക്ക് പറയാം. ഇക്കോണമിയെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ സാമൂഹിക ഘടനയെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഭാഷയുടെ ഉള്ളിലാണ് പലതരം ഒത്തുതീർപ്പുകൾ ലിമിറ്റഡ് സെൻസിൽ നടക്കുന്നതെങ്കിൽ പോലും അത് ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് അതിനെ കവിഞ്ഞ് പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ എനിക്ക് അത് ഈ ഒരു പുസ്തകം തരുന്ന ഇത്തരം തുറസ്സുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സംവാദത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ രീതിയിലാണ് ഞാൻ ഇതിന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു ഓപ്പണിംഗ് എന്നുള്ളത് ക്ലോസിംഗ് അല്ല. അതാണ് എനിക്ക് ഈ പുസ്തകം എൻ്റെ അടുത്തുണ്ട്, ഞാനത് വായിച്ചിട്ടില്ല. കാരണം എനിക്ക് അതിനു ശേഷം വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് സമയത്തോട് ചെയ്യുന്നതിന്റെ പേരിൽ ഇതിൽ ഞാൻ ഈ ഹോർത്തൂസിന്റെ ആ സമയത്താണ് വാങ്ങിയത്. വട്ടമറ്റ സാർ ഒപ്പിട്ട് തരികയും ചെയ്തു. പക്ഷെ എനിക്ക് അതിനിടയ്ക്ക് ഒന്നുകൊണ്ട് പണി തീർക്കാനുള്ളതിന്റെ പേരിൽ ഇതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനിപ്പോ ഈ ചർച്ചയിൽ പങ്കെടുത്ത് മനസ്സിലാക്കിയതിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അതിനൊരു വലിയൊരു ഇന്റലക്ച്വൽ വർക്ക് ആണ് എന്ന നിലയ്ക്കാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. ഈ പുസ്തകത്തില് ഞാൻ കണ്ട വേറൊരു കാര്യം, ഗാന്ധി ഈസ് കമ്മിങ് ഇൻ. പ്ലീസ് നോട്ട് ദിസ്. എത്തിക്സിനെ സംബന്ധിച്ചുള്ള ട്രൂത്ത് ബിലീഫ് സംഭവങ്ങളില് അത് കോണ്ടംപററിയാണ്. ഞാൻ ഒരിക്കലും അത്ഭുതപ്പെടുത്തണം ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഗാന്ധിയെ. അപ്പൊ പെട്ടെന്ന് ഗാന്ധി വരുന്നുണ്ട് സംഭവം. സോ കോണ്ടംപററി. അതായത് മറ്റേ സന്മോഹൻജി പറഞ്ഞതും സാറ് പറഞ്ഞതും, സാറ് ഔട്ട്സൈഡറാണ്. പക്ഷെ ഔട്ട്സൈഡറെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടി ചോദിച്ച ചോദ്യം എല്ലാം കൂടെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കി പൊതുവെ ഈ പോസ്റ്റ് സ്ട്രക്ചറൽസ് ഒരു അരാഷ്ട്രീയവാദമെന്ന് ഒരു ധാരണയുണ്ട്. അവിടെ പൊതുവെ ലഖനയൊക്കെ വായിക്കുമ്പോൾ ഇതൊരു ഇന്റലക്ച്വൽ എക്സസൈസ് ആണ്, ഒരു സ്റ്റെറൈൽ എന്നുള്ള ഒരു അക്രോബാറ്റിക്സ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ പുസ്തകം വായിച്ചാൽ എനിക്ക് തോന്നുന്നു അത് ശരിക്കും നമ്മുടെ ധാരണ തിരുത്തും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലഖാൻ എങ്ങനെയാണ് ഈ സാധാരണ ജീവിതത്തിൽ ഇടപെടുന്നു ഓരോരുത്തരും. അപ്പോൾ എല്ലാ ഈ പറഞ്ഞ എലഫൻസും നമ്മുടെ സാധാരണ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് ഈ പുസ്തകം വായിക്കും. എനിക്ക് തോന്നുന്നു പോസ്റ്റ് സ്ട്രക്ചറൽസിന് അതായത് ഈ രാഷ്ട്രീയവാദം പോസ്റ്റ് സ്ട്രക്ചറൽസ് തന്നെ പുതിയൊരു ഡയമെൻഷൻ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. ശരിക്കും രീതിശാസ്ത്രം എന്ന് പറയുന്നത് രീതിശാസ്ത്ര ബയസ് ഇല്ലായിരിക്കും. അതാണ് ഇതിന്റെ കാണുന്നത്. കാരണം സനൽ പറഞ്ഞത് ഞാൻ ചെയ്യുന്ന വർക്കല്ല ഇതെന്ന് പറഞ്ഞു അത് ഇതാണ്. കാരണം ഒരുതരം മെത്തഡോളജിക്കൽ എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ മാത്രം കാണാൻ ഇത് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ എക്കലക്റ്റിക് എന്നുള്ള ദോഷം വരും. ഇക്കലക്റ്റിക് ദോഷം മെത്തഡോളജി നമ്മൾ ഡെസർട്ട് ചെയ്യുന്നത് മെത്തഡോളജി നിയമം തന്നെ പഴയ ഒരു കോണ്ടെക്സ്റ്റ് വായിക്കുമ്പോഴാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഈ രീതിശാസ്ത്രം എന്ന് അറിയാൻ പാടാത്തോണ്ട് സംഭവിച്ചു വേണം. ഞാന് ഇതുവരെ സംസാരിച്ചില്ലായിരുന്നു. പ്രതികരിച്ചേ ഉള്ളൂ, ഇനി കരിക്കാൻ പോവാം. പ്രതികരിച്ചേ ഉള്ളൂ, ഇനി കരിക്കാൻ പോവാം. ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ മകൻ ഭാര്യ ചേട്ടൻ്റെ ഭാര്യ പ്രൊഫസർ എലിസബത്ത്, പുള്ളിക്കാരിയുടെ സുഹൃത്തുക്കള്, കാവ്യവേദിക്കാര്, ഏറ്റുമാനൂർ കാവ്യവേദിയുടെ കൺവീനറാണ് ഞാൻ. അങ്ങനെ ഏറ്റുമാനൂർ ലൈബ്രറിയെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകൾ, മറ്റേ വെട്ടിമുകൾ പുതിയ ലൈബ്രറിയുടെ ആൾക്കാര്,
ഞാൻ ആരുടെയും പേര് പറയാതിരിക്കുന്ന മനഃപൂർവ്വമാണ്. കാരണം ഒരാളുടെ പേര് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും വിട്ടുപോയാൽ പ്രശ്നമാകും. അതുകൊണ്ട് ആരുടെ പേര് പറയാതെ ഞാൻ പറയട്ടെ. പിന്നെ രാജു സാറ് എസ് പി കോളേജില് സാറ് അവിടെ പുറകെ പോയി. സാറിന്റെ മോള് ഇവിടെ ഉണ്ട്. മോളെന്തി ഞാൻ കുത്തിയെടുത്ത് പറയാൻ കാരണമുണ്ട് കേട്ടോ. ഇപ്പൊ കവിയിൽ നിന്ന് പലരും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ തിരുവല്ലയിൽ നിന്ന് വന്ന വിനോ, ഇങ്ങനെ ഒരുപാട് ഉണ്ട്. എനിക്ക് അവിടെ എല്ലാം ഒത്തിരി നന്ദിയുണ്ട്. അതില് കരിമുണ്ണൂരിൽ നിന്ന് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പ്രൊഫസർ എലിസബത്ത്, പുള്ളിക്കാരി കുറച്ച് പേരെയും കൂട്ടിക്കൊണ്ടുവിടെ വന്നിട്ടുണ്ട്. ഒരു റിട്ടയർഡ് പ്രൊഫസറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ പ്രൊഫസറാണ്. പുള്ളിക്കാരി എന്നോട് ഇന്നലെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് വരുന്നുണ്ട്, പക്ഷേ ഈ പുസ്തകമാണെങ്കിൽ ഇംഗ്ലീഷ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സംവാദം മലയാളത്തിലായിരിക്കും. മലയാളത്തിലാണെങ്കിൽ തന്നെ ഞങ്ങൾക്കൊന്നും മനസ്സിലാകണമെന്നില്ല, അതുകൊണ്ട് മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞേക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇയാള് ബെല്ലടിക്കുന്നവരെ പറയാൻ പോകും. അതായത് ഇപ്പൊ നമ്മള് ഇത്തരം അക്കാഡമിക് സർക്കിളിലൊന്നും അധികം എടുത്ത് ഉപയോഗിക്കാത്തൊരു വാക്കുണ്ട്, ദൈവം. എല്ലാവരും മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു വാക്കാണ്. എന്തുകൊണ്ടാണ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? അതൊരു അപകടം പിടിച്ച വാക്കായതുകൊണ്ടാണ്. മതവികാരം എന്ന് പറഞ്ഞൊരു വികാരം ഇളകും, മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ വാക്കിനെ നമ്മൾ ഭയപ്പെടുന്നത്. അപ്പോൾ ഈ വാക്കിനെ നമ്മൾ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ വാക്കിന് അതിൻ്റെതായ എന്തോ ഒരു ശക്തിയുണ്ട്. എന്താണ് ശക്തി? അത് മിക്ക ഭാഷകളിലും ഈ വാക്കുണ്ടെന്നുള്ളതാണ്. ദൈവത്തിന് സമാനമായ വാക്കുകൾ മിക്ക ഭാഷകളിലും ഉണ്ട്. ഈ വാക്കിന്, ആ ശബ്ദം, ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ, ഗോഡ് എന്നുള്ള വാക്കിന് തന്നെ നമ്മെ ചലിപ്പിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അതെങ്ങനെയുണ്ട്? ദൈവം ഉണ്ടോ ഇല്ലയോ അതൊക്കെ പോട്ടെ, പക്ഷെ ഈ വാക്കുണ്ടല്ലോ, ദൈവം എന്ന് പറഞ്ഞാൽ ഈ വാക്കുണ്ടല്ലോ, അതിലാർക്കും തർക്കമില്ലല്ലോ. ആ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ എന്തിനാ വിഷമിക്കണം? ഇപ്പൊ ദൈവമില്ല എന്ന് കട്ടായം വിശ്വസിക്കുന്ന ഒരു യുക്തിവാദിയുടെ പോലും മനസ്സിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ചലനം ഉണ്ടാകും. എങ്ങനെയാണ്? ഓ, എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ വലിച്ചെറിയേണ്ട എന്തോ ഒന്ന്. ഒരു പള്ളി കാണുമ്പോൾ അയാളുടെ നെഞ്ച് ഇടിക്കും. അമ്പലം കാണുമ്പോൾ വിഷമിക്കും. ആരെങ്കിലും നെറ്റിയിൽ ചന്ദനക്കുരി കാണുമ്പോൾ ഇയാൾ വിഷമിക്കും. കാരണം പുള്ളി ദൈവവിശ്വാസിയല്ല, അയാൾ നിരീശ്വരവാദിയാണ്. പക്ഷെ ഈ ദൈവം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇയാളുടെ നെഞ്ചു പിടിക്കും. വിശ്വാസിയുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ വിശ്വാസിക്ക് അത്രയില്ല കേട്ടോ, നിരീശ്വരവാദികൾത്തോളം പ്രശ്നമില്ല, ഈ ദൈവബാധയില്ല. കാരണം അയാൾക്ക് ഞായറാഴ്ച ഇന്ന് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. മറ്റേ യുക്തിവാദിക്ക് അതല്ല. ഇത് ഞാൻ പറയുന്നത് 19 കൊല്ലത്തെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ്, മനസ്സിലായോ? ഞാൻ കുറ്റിപ്രകൃഷ്ണയുടെ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ 16-ാമത്തെ വയസ്സിൽ പിന്നെ ബന്ധിക്കാൻ ഊരിക്കളയുന്നത്. അതിനുശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്വയം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ബൈബിളും എല്ലാം വായിച്ചു തീർക്കുന്നത്. അപ്പോൾ ഈ ദൈവം എന്ന വാക്ക് ഉണ്ട്. ദൈവം ഉണ്ടോ എന്നറിയാൻ പാടില്ല. ഈ വാക്കിന് എന്തുകൊണ്ടോ നമ്മുടെ മനസ്സിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. അത്തരം ഒരു വാക്ക്, അതിന് കൃത്യമായിട്ട് ഒരു അർത്ഥവും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിന് ഭയങ്കര ശക്തിയുണ്ട് ആ വാക്കിന്. അത്തരം വാക്കിനാണ് മാസ്റ്റർ സിഗ്നിഫയർ എന്ന് പറയുന്നത്. അപ്പം ഒരു മാസ്റ്റർ സിഗ്നിഫയർ ആയിട്ട് ദൈവം ഉണ്ട്. ദൈവം എന്ന വാക്ക് ഉണ്ട്. ആ വാക്കിന് വലിയ ശക്തിയുണ്ട്. പിന്നെ അവിടുന്ന് ഈ മതവികാരമെല്ലാം ഉണ്ടാകുന്നത് ഈ ഒരു ദൈവം എന്ന വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ കൊടുത്തുകൊണ്ടാണ് പല പല മതങ്ങൾ ഉണ്ടാകുന്നത്. ആ ഓരോന്നിനെയും നമുക്ക് ക്രിസ്തു, ഇത്തരം ദൈവസങ്കല്പങ്ങളെ നമുക്ക് ദൈവസങ്കല്പങ്ങൾ എന്ന് വിളിക്കാം.
ദൈവസങ്കല്പങ്ങൾ 100 കണക്കിലുണ്ട്. ദൈവം എന്ന ആ വാക്കൊറ്റ ഒന്നേ ഉള്ളൂ, പക്ഷെ ദൈവസങ്കല്പങ്ങൾ 100 കണക്കിലുണ്ട്. ഈ ദൈവസങ്കല്പങ്ങളോട് നമ്മുടെ നാട്ടില് ഈ മതവികാരം എന്ന് പറയുന്നത് ഈ ദൈവസങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ മതവികാരം എന്ന് പറയുന്ന ആ ഒരു വല്ലാത്ത വികാരത്തെ എങ്ങനെയെങ്കിലും ഒതുക്കി നിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല. ദൈവത്തെക്കുറിച്ചും ഉണ്ടായിരുന്നേക്കുക, മതത്തെക്കുറിച്ചും ഉണ്ടായിരുന്നേക്കുക. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? മതസൗഹാർദ്ദം ഉണ്ടാക്കുക. മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി എന്താ പറയുന്നത്, എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, അടിസ്ഥാനപരമായിട്ട് എല്ലാം സ്നേഹമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുക. കാരണം മതസൗഹാർദ്ദം. വേറെ ഒരു മാർഗം എന്താ? യുക്തിവാദികളുടെ രീതി. നമുക്ക് മതമേ വേണ്ട, ദൈവമേ വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള രീതി. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ഈ മത സങ്കല്പങ്ങൾ ആരും താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. ശരിക്കും വേണ്ടത് മതസങ്കല്പങ്ങൾ പഠിക്കപ്പെടുകയും താരതമ്യപ്പെടുത്തുകയും വേണ്ടത്. ഒരു മനുഷ്യരെ പല പല തട്ടുകളായിട്ട് സൃഷ്ടിച്ച ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം, 4 വർണ്ണങ്ങളായിട്ട് ദൈവത്തെ സൃഷ്ടിച്ചു വെച്ച ആ ഒരു ദൈവസങ്കല്പം, എന്നിട്ട് അതിനെ നിലനിർത്തുന്ന ആ സങ്കല്പം, അതിന് താഴെയുള്ളവരാരും മനുഷ്യരെ അല്ലെന്ന് വിചാരിക്കുന്ന ആ ഒരു ദൈവസങ്കല്പം എങ്ങനെ മറ്റ് ദൈവസങ്കല്പങ്ങൾക്ക് സമാനമാകും? ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല എന്ന് ശഠിക്കുന്ന സെമിറ്റിക് ദൈവസങ്കല്പങ്ങൾ 3 ക്രിസ്തു, അള്ളാഹു, യഹോവ. നിനക്ക് എന്നോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി നിന്റെ മകനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുന്ന യഹോവ. അപ്പോൾ ദൈവസങ്കല്പങ്ങൾ നിരവധിയുണ്ട്. നമ്മൾ ദൈവസങ്കല്പങ്ങൾ പഠിക്കണം, താരതമ്യപ്പെടുത്തണം. എന്നിട്ട് നമ്മുടെ സമീപനം ഡയലക്റ്റിക്കലായിരിക്കണം. ഈ ഡയലക്റ്റിക്കൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ അപകടമുണ്ട് നമ്മുടെ കേരളത്തിൽ. ഡയലക്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഉടനെ വൈരുദ്ധ്യാത്മകം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് വേറെ അപകടമാണ്. ഡയലോഗുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. അവിടെ വൈരുദ്ധ്യം മാത്രമൊന്നും അല്ല ഉള്ളത്, മനസ്സിലായില്ലേ? സംവാദാത്മകം എന്നോ കാപ്പനസിൻ താർക്കികം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇത് ആ പുസ്തകത്തിനകത്ത് ഒരു വായിച്ചിരുന്നു, നാടൻപാട്ടിൽ നിന്ന്. അപ്പം ഈ ദൈവസങ്കല്പങ്ങളെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ആണ് നമ്മുടെ മറിയം ചെട്ടിയുടെ നാടൻപാട്ടുകളിലെ ചാറ്റുപാട്ട് എന്ന് പറയുന്നത് കൂടോത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവങ്ങളെ വിളിച്ചു വരുന്ന പാട്ടാണ്. ആ പാട്ടിനകത്തൊരു ദൈവസങ്കല്പമുണ്ട്. ഞാനിരുന്ന മണ്ണേ, ഞാൻ ഇറങ്ങിപ്പോന്ന മണ്ണേ, മണ്ണോട് മണ്ണണങ്ങണം, വിണ്ണോട് വിണ്ണണങ്ങണം, ദിക്കോട് ദിക്കണങ്ങണം, മായത്തോട് മായമിണങ്ങണം, അപ്പനിണങ്ങണം, അമ്മയിണങ്ങണം, പെങ്ങന്മാരിണങ്ങണം. പിന്നെ കുറെ കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങ് വന്നിട്ട് അവസാനം ദേശത്തോട് ദേശമിണങ്ങണം, ദേശത്താൽ ഈശ്വരൻ തെളിയണമേ എന്നാണ്. ആ ദൈവസങ്കല്പവും സങ്കല്പിച്ചു നോക്കി. അതായത് അപ്പനും അമ്മയും ദിക്കുകളും മായവും ദൈവങ്ങളും എല്ലാം ഇണങ്ങി തെളിഞ്ഞു കഴിയുമ്പോൾ മാത്രം തെളിയുന്ന വെളിപ്പെടുന്ന ഒരു ദൈവം സങ്കല്പിച്ചു നോക്കി. ഈ ദൈവവും ഈ പറയുന്ന സെമിറ്റിക് ദൈവങ്ങളും തമ്മിലുള്ള അന്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ടാണ് നമ്മൾ കൊട്ടിഘോഷിച്ചു നടക്കുന്നത് മതസൗഹാർദ്ദമാണെന്നും. മതസൗഹാർദ്ദം അല്ല ഉണ്ടാകേണ്ടത്. നമ്മൾ ഓരോ മനുഷ്യനും ഡയലക്റ്റിക്കലായിട്ട് വിവിധ മതങ്ങളെ അവരുടെ ദൈവസങ്കല്പങ്ങളെയും സമീപിക്കാൻ പഠിക്കാം. അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിലും എൻ്റെ സമൂഹത്തിലും ഇന്നത്തെ നമ്മുടെ മൂല്യബോധത്തിനനുസരിച്ച് ഉള്ള ദൈവസങ്കല്പങ്ങളെ സ്വീകരിക്കാൻ കഴിയണം. ദൈവസങ്കല്പങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? യുക്തിവാദിക്ക് പോലും സാധിക്കുക എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തമാണല്ലോ. ഇല്ലാന്നും പറഞ്ഞ് നടക്കുന്നവൻ്റെ മനസ്സിൽ നിന്ന് ദൈവം ഒരിക്കലും പോവുകയില്ല. പിന്നെ ഇവിടെ പറഞ്ഞു കേട്ട കാര്യങ്ങളിൽ ഇപ്പം ഞാൻ മാസ്റ്റർ സിഗ്നിഫയർ, ദൈവം ഒരു മാസ്റ്റർ സിഗ്നിഫയർ എന്ന് പറഞ്ഞു. വേറൊന്ന് സിമ്പലുകൾ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്താണ് സിമ്പൽ എന്ന് പറഞ്ഞാൽ, അപ്പം
ഹിന്ദു രാഷ്ട്രം ഇന്നതാണെന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളിൽ പോലും അല്ലെങ്കിൽ മതം പഠിപ്പിക്കേണ്ട ഒരു പുസ്തകം വിചാരധാരയാണ്. അല്ല, ഇന്നത്തെ സാഹചര്യത്തിലേ നമ്മുടെ പത്രന്മാരൊക്കെ നിർബന്ധമായിട്ട് വായിക്കേണ്ട ഒരു പുസ്തകം വിചാരധാരയാണ്. കൃത്യമായിട്ട് എന്താണ് ഹിന്ദു സമാജ് എന്ന് പറയുന്നുണ്ട്. ആ 4 വർണ്ണങ്ങളാണ്. ആ ഹിന്ദു സമാജിന്റെ ശത്രുക്കൾ ആരാണ്? ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഈ ഹിന്ദു സമാജ 4 വർണ്ണങ്ങളെ കുറിച്ചൊക്കെ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പശു ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആ കോലം കത്തിക്കുന്ന പരിപാടി, നമ്മൾ ഒരു മന്ത്രിയുടെ കോലം ഉണ്ടാക്കുന്നു, ആ കോലം കൊണ്ടുവരുന്നതെന്ന് കത്തിക്കുകയാണ്. ഇത് കത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആ മന്ത്രിയോട് വെറുപ്പുള്ളവർക്ക് ഉള്ളിൽ സന്തോഷം തോന്നും, വെറുപ്പില്ലാത്തവന് വിഷമം തോന്നും, അല്ലേ? എന്തുകൊണ്ടാണ്? ആ കോലം തന്നെയാണ് ആ മന്ത്രി എന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ്. സുഭിചവും സൂചിതവും ഒന്ന് തന്നെയാണ് എന്നുള്ള വാക്കും അതിൻ്റെ അർത്ഥവും ഒന്ന് തന്നെയാണ് എന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ്. അതാണ് സിമ്പല്. ഈ സിമ്പലുകളും ഈ ഗുരുസൂചകങ്ങൾ ഇപ്പം വേറെ പറയാൻ കേട്ടോ. നമ്മൾ ദൈവം പോലെ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള പറഞ്ഞാല് ഇത് വെർജിനിറ്റി കന്യാത്വം എന്ന് പറയുന്ന സംഭവം ഇന്നത്. അങ്ങനെ സാധനം ഉണ്ടോ? ഉണ്ട്. വെർജിനിറ്റി എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ആ വാക്കുണ്ട്. ആ വാക്കിന് നമ്മുടെയൊക്കെ മനസ്സിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആർക്കെങ്കിലും കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റുമോ? വെർജിനിറ്റി എന്താണെന്ന് നിർവചിക്കാൻ പറ്റില്ല. അപ്പോൾ വാക്കുകളാൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു വാക്ക്. അതേ സമയത്ത് അതിൻ്റെ സ്വാധീനം ഇവിടെ പുരുഷാധിപത്യത്തിൻ്റെ അടിത്തറ, അല്ലേ? വെർജിനിറ്റി എന്ന് പറയുന്ന സംഗതി മനസ്സിലായല്ലോ. അത് മറ്റൊരു ഞാൻ ഭയങ്കര കുടിയനായിട്ടുണ്ട്. താൻ ഓർക്കുന്നുണ്ടോ? ഞാൻ പണ്ട് കുടിയൻ്റെ കഴിയുമ്പോൾ റിട്ടയർമെന്റ് സ്പീച്ചില് എനിക്ക് വെള്ളം തോളെ അപ്പോഴ് വെർജിനിറ്റി അതൊരു ഇത് അല്ല. നമ്മൾ സിമ്പിളിനെ കുറിച്ച് പറഞ്ഞു. വെർജിനിറ്റി വേറൊരു മാസ്റ്റർ സിഗ്നിഫയർ. ഈ മാസ്റ്റർ സിഗ്നിഫയർ പിന്നെ സിമ്പിൾസ്, മിത്തുകൾ, നമ്മുടെ മനസ്സിൽ വേരോട്ടമുള്ള കഥകൾ എല്ലാം മിത്തുകളാണ്. എല്ലാം നറേറ്റീവ്സ് ജനറലി എല്ലാം മിത്തുകളാണ്. മിത്തുകൾ ഇവയുടെ എല്ലാമായ ഒരു മനോമണ്ഡലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ പേരാണ് ഇവിടെ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞ പ്രതീകക്രമം, സിംബോളിക് ഓർഡർ എന്നുള്ളത്. അപ്പൊ ആ സിംബോളിക് ഓർഡറിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ വെള്ളം രക്ഷയില്ല. അർച്ചന ടീച്ചറിന് മുൻകൂട്ടി അറിയാമായിരുന്നു. ഇന്ദിര ടീച്ചറിന് ഞാൻ കുടിക്കണമെന്ന് നേരത്തെ അറിയാമായിരുന്നു. എപ്പം നിർത്തുന്ന ബെല്ലടിച്ചാൽ മതി, നിർത്തിവിടാ. അതായത് നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തെ കുറിച്ചെല്ലാം പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു സംഗതി ക്രിസ്തേവ ഓർപ്പിക്കുന്ന സംഗതിയാണ്, അല്ലേ? അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജനിച്ച് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമല്ല, അതിനു മുമ്പും ഒരു ജീവിതം ഉണ്ടായിരുന്നു നമുക്ക്. എവിടെയാ? ഗർഭപാത്രത്തില്, അമ്മയുടെ ഗർഭപാത്രത്തില്. അതാണ് ആലിലെ കൃഷ്ണനെ പോലെ ഗർഭജലത്തിൽ ജീവിച്ച ആ സംഭവം, ആ ഒരു അനുഭവം.
ആ അനുഭവത്തിന്റെ ഓഷ്യാനിക് എക്സ്പീരിയൻസ് ഫ്രോയിഡ് പറയുന്ന സംഗതി. അത് ഫ്രോയിഡ് പറയുന്ന അത് തന്നെയാണ് ലക്കൻ ജൂയിസാങ്സ് എന്ന് പറയുന്നത്. അതായത് പരിപൂർണ സുഖത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയുമായ ഒരു അനുഭവം. ഈ അനുഭവം മുലകുടി മാറുന്ന വരെയുള്ള സമയത്ത്, അമ്മയുടെ മടിത്തട്ടി കഴിയുന്ന സമയത്ത് അമ്മയുടെ ഹൃദയമിടിപ്പുകളേറ്റ് ജീവിക്കുന്ന വയറ്റി കിടക്കുന്ന സമയം, പിന്നെ ആ ഹൃദയമിടിപ്പുകളുടെ തുടർച്ച പോലെ ആണ് ദേഹത്ത് കൊട്ടുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു അനുഭവം, ഇത്തരം അനുഭവങ്ങളുടേതായ ഒരു ഭാഷ, അതായത് സിമിയോട്ടിക് ചിഹ്ന വിജ്ഞാനി അല്ലേ ഭാഷ, അതിൻ്റെ ഇമ്പാക്റ്റ് ഇതുകൂടി ഇതാണ് ക്രിസ്തവ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ലക്കാൻ പരിഗണിക്കുന്നില്ല. പക്ഷെ ലക്കാൻ ഈ റീസാൻസ് പരിഗണിക്കുന്നതാണ്, വളരെ ശക്തമായിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഗർഭപാത്രത്തിലെ ആ അനുഭവം എന്നും നമ്മുടെ മനസ്സിൽ വലിയൊരു ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ പൂർണ്ണതയിലേക്ക്, സുഖ സമൃദ്ധിയിലേക്ക്, സ്വർഗത്തിലേക്ക്, സ്വർഗം എന്ന സങ്കല്പമൊക്കെ രൂപപ്പെടുന്നത് ഇതിൽ നിന്നാണ്. ഈ ഒരു ജലത്തിലെ ഈ അനുഭവ സ്മരണയിൽ നിന്നാണ് സ്വർഗവും സായുജ്യവും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതും. അതൊക്കെ നമ്മെ മുമ്പോട്ട് നയിക്കുന്ന, അപ്പൊ ഇതിനു വേണ്ടിയുള്ള റീസാൻസിന് വേണ്ടിയുള്ള പരിപൂർണ സുഖ സമൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉൾപ്രേരണയുണ്ട്, തൃഷ്ണ, ഡിസയർ. ആ ഡിസയർ അതാണ് നമ്മെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി. ഇതാണ് ലക്കാൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പ്രതീകക്രമമുണ്ടല്ലോ, അതിനകത്തെ അധികാര ബിംബങ്ങളുണ്ട്. നമ്മുടെ ഒരാളുടെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന അധികാര ശക്തി ആരാണ്? പിതാവാണ്. പിന്നീട് അതിൻ്റെ ഒരു പല രൂപങ്ങൾ എന്ന രീതിയിലാണ് പുരോഹിതന്മാരും അധ്യാപകരും ഒക്കെ കടന്നു വരുന്ന, അങ്ങനെ അധികാര ബിംബങ്ങൾ ഒരുപാട് ഈ നമ്മുടെ പ്രതീകക്രമത്തിലുണ്ട്. ഇതിന് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു മെറ്റഫർ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നെയിം ഓഫ് ദ ഫാദർ, ലോ ഓഫ് ദ ഫാദർ. ഒരു കാര്യം മറന്നുപോയിരിക്കുന്നത്, ഇത്തവണ IFFKക്ക് പ്രദർശിപ്പിച്ച ഒരു സിനിമയുടെ പേര് തന്തപ്പേരെന്നാണ്. അതിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നെയിം ഓഫ് ദ ഫാദർ. നെയിം ഓഫ് ദ ഫാദർ അതൊരു ട്രൈബൽ എങ്ങനെ വൈൻഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ. അപ്പൊ നമുക്ക് അല്ല പറഞ്ഞത് തീരില്ല, ഒരുപാടുണ്ട്. എന്നാലും ഇപ്പൊ ഈ ഫാലസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അത് മാത്രം ഞാൻ പറഞ്ഞോട്ടെ, അന്നേരം എന്നിട്ട് നിർത്താം. എന്താ ഫാലസ് നമുക്കൊക്കെ അറിയാവില്ലല്ലേ? അതായത് പാമ്പ് എന്താണെന്ന് അറിയാമല്ലോ. പാമ്പും നാഗവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടല്ലേ? എന്താ വ്യത്യാസം? അല്ല, പാമ്പും നാഗവും തമ്മിലോ? വിശ്വാസപ്രകാരം. അപ്പൊ വിശ്വാസപ്രകാരം ഈ നാഗം എന്നത് പാമ്പ് എന്ന വാക്കിന്റെ ഒരു സബ്ലിമേറ്റഡ് സാധനമാണ്, ഉദാത്തീകൃത സാധനമാണ്. അതിന് ആ പുസ്തകത്തിന്റെ പേര് നെക്കോടെ. അപ്പൊ ഒബ്ലൈം ഓബ്ജക്റ്റ് സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷെ നാഗം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അതുപോലെ തീയും അഗ്നിയും തമ്മില് അല്ലേ എന്ന് പറഞ്ഞാല് പുരുഷലിംഗവും ഫാലസും അതുപോലെയാണ്. ഈ ഫാലസ് എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിലില്ല. പുരുഷന്റെ ചെറിയ അവയവം മാത്രമേ ഉള്ളൂ, അതാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷെ ഇല്ല എന്നുപോലെ നാഗമൊന്നുമില്ല. പക്ഷെ മനുഷ്യ സങ്കല്പത്തില്, മനുഷ്യ മനസ്സില്, പ്രതീകക്രമത്തില്, നമ്മുടെ പ്രതീകക്രമത്തില് നാഗം എന്നൊരു അല്ലേ നാഗം എന്ന് പറയുന്നത് നമ്മള് പറമ്പിൽ പോയി നോക്കിയാൽ കാണുന്ന വെറും പാമ്പിനെ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഫാലസ് എന്ന് പറയുന്ന സാധനം ആർക്കുമില്ല, ആണിനുമില്ല, പെണ്ണിനുമില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മുടെ മനസ്സിനുള്ളില് അത് നമ്മുടെ
പുരുഷന്റെ ഒരു ചെറിയ അവയവത്തിന്റെ ഒരു വികസിത രൂപമാണ് ഈ ഫാലസ് എന്ന് പറയുന്നത്. ഈ ഫാലസ് ഇത്തരം സാധനങ്ങള് വലിയ അധികാര ബിംബങ്ങളായിട്ട് ഇപ്പൊ പുരുഷാധിപത്യത്തിന്റെ കേന്ദ്ര ബിംബമായിട്ട് നിൽക്കുന്നത് സാധനമാണ് ഫാലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് സിസേക്കിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നത് ശരിയാണല്ലോ. ഞാൻ സിസേക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ പുസ്തകം ഇംഗ്ലീഷിലുള്ള പുസ്തകം തന്നെ സബ്ലൈം ഓബ്ജക്റ്റ് ഓഫ് ഐഡിയോളജി എന്നാണ്. സബ്ലൈം ഓബ്ജക്റ്റ് ഓഫ് ഐഡിയോളജി, പ്രത്യയശാസ്ത്രത്തിന്റെ എന്താണ് പ്രത്യയശാസ്ത്രം? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വാക്കിനെയും പ്രവൃത്തിയെയും ഒക്കെ സ്വാധീനിക്കുന്ന അബോധ ശക്തികളാണ്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പുരുഷൻ എന്തോ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയും അതുകൊണ്ട് അവനെ സ്തുതിക്കുകയും ചെയ്യുന്ന, അപ്പൊ അതിന് പിന്നിലുള്ള അബോധ പ്രേരണ, പുരുഷ ആധിപത്യത്തിന് ന്യായീകരണം നൽകുന്ന നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കുന്ന അബോധ പ്രേരണ, ആ ശക്തി, അതാണ് പ്രത്യയശാസ്ത്രം, ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പം വളരെ ചുരുക്കി ഒരു സെന്റൻസിൽ എന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തെ, നമ്മെ തന്നെയും, അതുപോലെ ഞാൻ ആരാണ്, നമ്മുടെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത് സ്ഥിരമായൊരു ഞാൻ ഉണ്ട് എന്ന തോന്നലാണ്. നമ്മള് മണ്ണിൽ പണിയെടുക്കുമ്പോഴത്തെ ഞാൻ കർഷകനാണ്, പ്രൊഫസറുടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രൊഫസറാണ്, ജീവിതകാലം മുഴുവൻ ആരും പ്രൊഫസറല്ല. ഞാനിതൊക്കെ വായിച്ചതിന് ശേഷമാണ് എൻ്റെ ഒരിടത്തും ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ പ്രൊഫസർ നൽകാറില്ല. ഞാൻ ഡോക്ടറാണെന്നാണ് പറഞ്ഞത് എന്നെ പരിചയപ്പെടുത്തിയത്. ഈ ഡോക്ടർ എന്ന വാക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ, നമ്മൾ വളരെ ബോധപൂർവം തിരസ്കരിച്ച ചില പഴയ പദങ്ങളുടെ പുതിയ രൂപമായിട്ടാണ് ഇന്ന് ഞാൻ കാണുന്നത്. നമ്പൂതിരി എന്ന് പറഞ്ഞിരുന്നതിൻ്റെ ആ സ്ഥാനത്താണ് ഇന്ന് ഡോക്ടർ എന്ന് പറയുന്നത്. തിരുമേനിയുടെ സ്ഥാനത്താണ് ഡോക്ടർ. അതുകൊണ്ടാണ് ഇതിന്റെ പോസ്റ്റർ ഉണ്ടാക്കിയപ്പോഴും ആരുടെ പേരിലും കൊടുത്തേ ഞാൻ പ്രൊഫസറിനൊന്നും വെക്കാതിരുന്നത്. അപ്പം ഈ പ്രത്യയശാസ്ത്രം എന്താണെന്ന് അറിയാനായിട്ട്, നമ്മൾ തന്നെ ആരാണെന്നറിയാനായിട്ട്, ഞാൻ സാറ് പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. അതായത് എന്നെക്കുറിച്ച് എനിക്കുള്ള തോന്നല്, അതാണ് എൻ്റെ ഈഗോ എന്ന് പറയുന്നത്. ഫ്രോയിഡിന്റെ ഈഗോ അല്ല, അത് സ്ഥിരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡോക്ടറാണെന്ന് പറയുകയും നിങ്ങളെല്ലാം ഒരു ഡോക്ടറെ പോലെ എന്നെ നേരെ നോക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ ഒരു ഡോക്ടറായി രൂപാന്തരപ്പെടുന്നുണ്ട്. എൻ്റെ ഞാൻ ബോധം, എൻ്റെ ഈഗോ ഒരു ഡോക്ടറുടേതായി മാറുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരു ഡോക്ടർ ആരായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് എൻ്റെ പ്രതീക തലത്തിൽ ഉള്ള ഓരോ സാധനങ്ങളും എന്നോട് പറഞ്ഞിട്ടായിരിക്കുന്നത്. ഒരു ഡോക്ടർ ഇങ്ങനെയായിരിക്കണം. ഇപ്പം ഞാൻ ഏറ്റവും റിട്ടയർ ചെയ്തിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാൻ ഏറ്റുമാനൂർക്ക് അധികം താമസിക്കാത്ത സ്ഥലം മാറ്റി. എനിക്ക് വലിയ സന്തോഷം തോന്നിയത്, ഇപ്പൊ ചങ്ങനാശ്ശേരിയിലാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ ഒരു കള്ള് ഷാപ്പ് ഉണ്ട്, കയറി ഒരു ഗ്ലാസ് കള്ള് കുടിക്കാന്ന് ചോദിച്ചാൽ നടക്കില്ല. കാരണം അവിടെ എന്നെ എന്റെ സ്റ്റുഡന്റ് നോക്കി നടക്കുക. അവന് നീ എന്റെ സ്റ്റുഡന്റ് ആണോടാ, ഇവന് ശരിയാ. അങ്ങനെ സ്റ്റുഡൻസിന് ലഹരി അനുഭവം നിഷേധിക്കാൻ വേണ്ടി സ്ഥലം മാറുക. അങ്ങനെ അപ്പൊ ഏറ്റവും ശേഷം എനിക്ക് ധൈര്യമായിട്ട് ഏത് കളർ ഷാപ്പിലും കയറി കുടിക്കാം. അപ്പൊ നമ്മളോട് നീ ആരാണ്, എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറയുന്ന ഒരു വലിയ അപരം നമ്മുടെ ഉള്ളിലുണ്ട്, ബിഗ് അതർ. അതാണ് നമ്മുടെ പ്രതീകക്രമം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് സംസാരിക്കാം. പക്ഷേ തൽക്കാലം നമുക്ക് ഈ കശ്മീരിനെ തുടരാൻ അത് ഒന്നാമത് ഈ ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം അത് ഒഴിവാക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഒരു അബ്സ്ട്രാക്ട് ലെവലിലേക്ക് പോകും.
ഇയാള് നന്ദി പറയാൻ മറന്നുപോയി. അയ്യോ, അതായത് ഞാന് ലക്കാനെ കുറിച്ച് എന്റെ ആദ്യ പുസ്തകം ഞാൻ ആഷിയുടെ അബോധ സഞ്ചാരങ്ങൾ എന്നായിരുന്നു. അത് കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ പുള്ളിയുടെ സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ചുകൊണ്ട് ഒരു മാടത്തിനകത്ത് വട്ടത്തിലിരുത്തി ചർച്ച നടത്തി. ഓർക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് പിന്നെ പുത്തൻ പുസ്തകമാണ് ഈ പറയുന്ന ലക്കാനും സസിസേക്കും. ഇത് ഇറങ്ങിയപ്പോ ഇയാള് തന്നെ ഇതിന്റെ റിലീസ് സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോ ഇംഗ്ലീഷ് ഇറങ്ങി അറിഞ്ഞപ്പോ തന്നെ പുള്ളി പറഞ്ഞു നമുക്ക് ഇതിന് റിലീസ് എന്നൊരു പരിപാടി വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. അത് ഇതിന്റെ പബ്ലിഷർ ആനന്ദ് പറഞ്ഞു അതൊക്കെ പഴയ പരിപാടിയിൽ ഇത് റിലീസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പരിപാടി ഇത് റിലീസ് ചെയ്തിട്ടില്ലേ പുസ്തകം കേട്ടോ. അപ്പൊ ഇയാളുടെ ഒപ്പം എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെയൊക്കെ ചെയ്യണം. അല്ല, അതിന്റെ ഒരു തുടക്കമാണ് ഈ പറഞ്ഞതിന്റെ അവസാനം. വന്നിരുന്നു, ഇപ്പൊ വന്ന് പോയല്ലോ. ചായ ഒരു മിനിറ്റ് എടുക്കത്തുള്ളേ, ഒരു മിനിറ്റ് കറക്റ്റായിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ നിർത്താം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു അവൻ പുനരൂർ ഭാരതനായിട്ട് രാജനായിട്ട് ഈ ആദ്യം തന്നെ ഈ ഏറ്റുമാനൂർ കാവ്യവേദിയുടെ ഇവിടെ വന്നു ചേർന്ന ആളുകളോടാണ് ഈ സ്ഥാപനത്തിന്റെ പേരിലുള്ള നന്ദി ഞാൻ പറയുന്നത്. കാരണം എന്റെ സ്വന്തം പേരിലുള്ള ഞാൻ അവിടെ വരാറുള്ളത്. ഇതൊരു സിവിൽ സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇതുപോലത്തെ ചർച്ചകൾ നടക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേര് ഈ പെരക്കകത്ത് ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഇതില് വളരെ ദുഃഖകരമായ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെ സ്ഥാപിതമാകുമ്പോൾ അതിൽ നിന്നും വിഷമം അനുഭവിക്കേണ്ടത് മനുഷ്യരുണ്ട്. അവരിന്നും വിഷമത്തിലാണ്. ഓക്കെ, ഇവിടെ കുടി ഒഴിപ്പിക്കപ്പെട്ട പോയതാണ് ഇതിൽ നിൽക്കുന്നത്. ഈ ഒരു പരിസരവുമായിട്ട് ഒരു സ്ഥാപനം എങ്ങനെ ബന്ധപ്പെടണമെന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരു രീതിശാസ്ത്രം എപ്പോഴും ഉണ്ട്. അത് നമുക്കൊരു വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത് ഏത് ഒരു വികസിത സ്ഥാപനത്തെ സംബന്ധിച്ച് ഇത് ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് ഈ ഒരു സൂചകം പോലെ അങ്ങ് വന്നേ ഉള്ളൂ. പക്ഷെ ഇത് ഇത്രയും ആളുകൾ ഇവിടെ വന്നത് ശ്രദ്ധിക്കാനിടയ ഒരു സാഹചര്യം ഈ യൂണിവേഴ്സിറ്റിയുടെയും ഈ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഒരു കളിമട്ട് എന്ന് പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ട് ഒരു സ്കോളർലി കോൺവെർസേഷൻ ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു രീതിയാണിത്. നമ്മൾ വളരെ റിജിഡായിട്ട് അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെയാണ്, ഒരാൾ വേറൊരാളെ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് ദേഷ്യം വരുന്നത്, താനിങ്ങോട്ട് താടോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ രീതിയിലുള്ള പരിപാടിയൊന്നും നമുക്ക് കുറച്ചുകൂടി കുറെ കൂടെ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. ഈ വളരെ മാന്യമായിട്ടുള്ള ഈ കാര്യങ്ങളല്ല പറയേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് ഒരുപക്ഷെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ചിന്തകരും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം, ചിന്തകരും സമൂഹവും തമ്മിലുള്ള ബന്ധം, ചിന്തകൾക്ക് ഇവിടെ എന്താണ് ചെയ്യാനുള്ളതെന്നുള്ള ചോദ്യം, ഇതിന് മറുപടിയായിട്ടാണ് സാറ് പറഞ്ഞത്. നമുക്ക് ഒരു ഒക്കേഷൻ ഉണ്ട്, വി ആർ ലീഡിങ് ടുവേർഡ്സ് ദാറ്റ്, ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു സംതിങ് അബൌട്ട് ഇറ്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു രീതിശാസ്ത്ര രഹിതമായിട്ടുള്ള വായന പോലെ എന്ന് തോന്നാവുന്ന, അതേസമയം തന്നെ അതിൽ വേറൊരു കാര്യമുണ്ട്. പലപ്പോഴും നമുക്ക് മിണ്ടാൻ പറ്റത്തില്ലാത്തത്, ഒരു പേന എടുത്തൊരു അക്ഷരം എഴുതാൻ പറ്റാത്തില്ലാത്തത് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഈ ഭൂതങ്ങളെ കൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ്. ഈ സെബാസ്റ്റ്യൻ വട്ടമറ്റം സാറിന്റെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഒരു ജേണിയും അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ഒരു ഐഡന്റിറ്റിയുടെ വ്യത്യാസങ്ങളും അതിൻ്റെ കോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ദീർഘ ദൂരത്തേക്ക് ഒഴുകി പോകുന്ന ഒരു നദിയുടെ ഒരു പരിണാമ ഒരു വ്യത്യാസങ്ങൾ എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹം തന്നെ ഇവിടെ അവതരിപ്പിച്ച് കാണുന്ന ഒരു കാര്യം. ഇത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു മനുഷ്യനും സ്വന്തം ചരിത്രത്തിൽ നിന്ന് ഉത്ഖനനം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു. അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. വളരെ നന്ദി. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞത് ഈ നമ്മുടെ ഒരു ദ്രാവിഡ ഭാഷാ രൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഴുത്ത്, അതുവരെ വന്ന് നിൽക്കുന്ന എഴുത്തിനെ പറ്റി. അപ്പം ഗുരുസൂചകത്തെ പറ്റി എനിക്ക് തോന്നി രാവിലെ എനിക്ക് തോന്നുന്നു ഈ ഗുരുത്വം എന്ന് നമ്മൾ എല്ലാവരും പറയുമെങ്കിലും സാധാരണ പറയുന്നത് കുരുത്തം, അതായത് കുരുത്തക്കേട് എന്ന് പറയും.
അപ്പൊ ഗുരുവിനെ കുരുവാക്കുന്ന ഒരു ഭാഷ കൂടിയാണ് നമ്മുടെ ഭാഷ. അപ്പൊ അത്രമാത്രം ഒരു സ്വതന്ത്ര വ്യവഹാരം സാധ്യമായിട്ടുള്ള ഒരു ഭാഷയ്ക്കകത്ത് നിന്ന് ഒരുപാട് ഇത്തരം ഉദാഹരണങ്ങൾ എഴുതിക്കൊണ്ട് അപ്പൊ ഒരു മലയാളം എന്ന ഭാഷയുടെ അന്തർദേശീയത എന്ന് പറയുന്നത് കൂടി സ്ഥാപിച്ചെടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അത് ഇത്തരം ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുകൊണ്ട് അത് പറയുമ്പോൾ വളരെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ആ മലയാള ഭാഷയുടെ ഉപയോഗം എങ്ങനെ ഒരു ദാർശനിക കോണ്ടിനെന്റൽ അല്ലെങ്കിൽ മറ്റൊരു ഫിലോസഫിയുടെ പുസ്തകത്തിനകത്തേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിച്ച ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളത്തിന്റെ ഒരു ധർമ്മം എന്നുള്ള രീതിയിൽ ഒരു ഭാഷ എങ്ങനെ ഇതിനകത്ത് ഉൾപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വളരെ കൃത്യമായ ഒരു സംഭവമാണ്. അതുപോലെ ഇവിടെ പലരും ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ഈ ഇന്റലക്ച്വൽസ് ആക്ച്വലി ഹാവ് ടെനാസിറ്റി ഫോർ കോൺട്രവേഴ്സി. ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുകയും അതിന്റെ ഒരു ഹിസ്റ്ററിയിലാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ ഈ ഒരു രാജ്യ സമൂഹം ഒരു ഞാൻ ബോധം എന്ന് പറഞ്ഞാൽ ആരാണ് ഞാൻ എന്നുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ സിസേക്കും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇപ്പം ലക്കാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അവരുടെ എങ്ങനെ വായിക്കുന്നു, അവരുടെ പെർഫോമൻസിനെ എങ്ങനെ വായിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെർഫോമൻസിനെ പറ്റി വായിക്കുക എന്ന് പറയുന്നത് അവരുടെ പദപ്രയോഗം. അപ്പം അതിനകത്ത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മേദി ഹസന്റെ ഒരു ഇന്റർവ്യൂവില് മറ്റേ സിസേക്കിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ കൃത്യമായിട്ടും ഇറ്റ് ഇസ് നോട്ട് an unconscious act that you are doing a writing in clarity that this is your statement എന്ന് പറഞ്ഞിട്ടാണ് മേദി ഹസനെ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അത് ഇത്തരം ചോദ്യങ്ങളും അതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു നിരന്തരമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് സംഭവിക്കേണ്ട ഒരു പ്രശ്നമാണ് ഈ ഇത്തരം തെറ്റുകൾ എന്ന് പറയുന്നത്. അത് സംഭവിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊരു വൈജ്ഞാനിക പ്രക്രിയയുടെ ഒരു കാര്യം കൂടിയാണ്. അതേസമയം തന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു സ്കോളറും സൊസൈറ്റിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാഷയും സമൂഹവുമായി, ഭാഷയും രാഷ്ട്രീയവും, ഭാഷയും പ്രത്യയശാസ്ത്രവും, ഇങ്ങനെയുള്ള അനേകം വിഷയങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അതിന് ഒരു തുടർച്ചയായിട്ട് ഡെഫിനറ്റ്ലി ലൈക്ക് വാട്ട് യു സെഡ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. ദൈവത്തെ പറ്റി പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഗാഡ്മർ പറയുന്നുണ്ട് ഈ ദൈവം എന്ന് പറയുന്നതാണ് എന്താ പറയുന്നത് ഈ മനുഷ്യനുണ്ടായതിന് ശേഷം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നിരന്തര ഘടകം എന്നിട്ട് കണ്ടംപററിറ്റി എന്ന് പറഞ്ഞ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. എല്ലാവരും ദൈവത്തെ വിളിക്കുന്നു, എല്ലാവരും വിളിക്കാത്തവരും വിളിക്കുന്നു. അപ്പം മനുഷ്യൻ ദൈവത്തിനപ്പുറമുള്ള എന്തെങ്കിലും ഒരു ദൈവം എന്ന വാക്കിനപ്പുറമുള്ള ഏതെങ്കിലും വാക്ക് കൊണ്ടുവരുന്നാൽ മാത്രമേ ഈ ദൈവം എന്ന് പറയുന്ന വാക്കിനുള്ള പ്രാധാന്യത്തിന് അല്പമെങ്കിലും ഭംഗം വരികയുള്ളൂ. ഇന്ന് വരെ അതൊരു സംഭവം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരു കാര്യം. അത് ഈ ദൈവത്തെ പറ്റി ചിന്തിക്കാനൊന്നുമല്ല, വാക്കിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമായിട്ട് പറഞ്ഞു. അപ്പോ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സാറ് പറഞ്ഞൊരു കാര്യം, ഈ മറ്റുള്ളവർ എന്നെ ഒരു പ്രൊഫസർ എന്ന് വിളിക്കുന്നു, അതുകൊണ്ട് ഞാൻ പ്രൊഫസറായിട്ട് മാറുന്നു പറഞ്ഞത്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്. അത് ഒരു പെർഫോമേറ്റീവ് പ്രിപ്പറേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന രീതിയിൽ ജൂഡിത്ത് ബട്ട്ലർ പറയുന്ന പോലെ നമ്മൾ എങ്ങനെ ആർക്ക് വേണ്ടി ആരുടെ ആർക്ക് മുഖം കാണിക്കാൻ വേണ്ടി എലിയറ്റ് ഒക്കെ പറയുന്ന ഒരു സംഭവം പോലെയാണ്. ടു പ്രിപ്പയർ ദ ഫേസ് ടു മീറ്റ് ദ ഫേസസ് ദാറ്റ് വി മീറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും മറ്റാരെയും കാണിക്കാൻ വേണ്ടിയാണ് രാവിലെ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു അങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ അങ്ങനെ ആക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളൊരു ഇത്തരത്തിലുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫ്ലിപ്പുകൾക്കകത്തുനിന്നാണ് പലപ്പോഴും ഒരു ഇന്റലക്ച്വൽ കോൺവെർസേഷന്റെ ഒരു ഇത് കിടക്കുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു യോഗത്തിന് സാധിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വൺസ് അഗെയിൻ ഇത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഒരു സിവിൽ എൻഗേജ്മെന്റ് ഇവിടെ പഠിക്കുന്നവരൊക്കെ വളരെ കുറവാണ്, ഇവിടെ ഇരിക്കുന്നത് പഠിപ്പിക്കുന്നവർ വളരെ കുറവാണ്. എന്നിരുന്നാലും ആളുകൾക്ക് ഒരു കുറവുമില്ല, സംസാരത്തിൽ യാതൊരു കുറവുമില്ല. ഇത് വേറൊരു സാധ്യതയാണ്. ഈ സാധ്യത തെളിയിച്ചു തന്നതിനും പ്രത്യേകിച്ച് ഒരു ദിസ് ഈസ് ലൈക്ക് എ വെരി എൻകറേജിങ് പ്രസൻസ്. ദാറ്റ്സ് വാട്ട് ഐ വുഡ് ടോക്ക് അബൌട്ട് പ്രൊഫസർ സെബാസ്റ്റ്യൻ കുട്ടുവറ്റം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സൗഹൃദപരമായ എന്താ പറയുക ആദരവോടുകൂടി തന്നെ കാണാൻ പറ്റുന്ന ഒരാളെന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട്. പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇനി ഇതുപോലുള്ള ചർച്ചകളും എഴുത്തുകളും ഒക്കെ വരുന്നതിന് വേണ്ടി ആശംസിക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ എല്ലാ ശക്തികളെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്